അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നാം വളരെ പ്രതീക്ഷയോടുകൂടി മാസപ്പിറവിങ്ങനെ കാത്തിരിക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമളാനിക്ക് വേണ്ടി പരിപൂർണമായി തയ്യാറാകാൻ വേണ്ടി ഒരു ദിവസം കൂടി അല്ലാഹു നമുക്ക് നൽകി. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാ പള്ളികളിലും തറാവി നമസ്കാരങ്ങളെ കൊണ്ട് സജീവമാകും. തറാവി നമസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, പിന്നെ വീട്ടിൽ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ എന്തൊക്കെയാണ്. വീട്ടിൽ നല്ല ഹാഫിദത്തായ ഒരു സ്ത്രീയുണ്ട്, എന്നാൽ പുരുഷനുമുണ്ട്. എന്നാൽ ഇമാമത്താരാ നിൽക്കേണ്ടത്, തറാവി നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സൂറത്തുകൾ ഏത് സൂറത്തുകൾ ഓതണം, എല്ലാം തറാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും. ഫർദ് നിസ്കാരം ഖളാ ഉള്ള ആളുകൾ തറാവി നിസ്കരിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള വിഷയത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് സംസാരിക്കാം. തറാവി നിസ്കാരം എന്നുള്ളത് നമ്മുടെ സർവ്വപാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു നമുക്ക് നൽകിയതാണ്. ഇന്നത്തെ രാത്രിയുടെ തറാവി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, കയോമി വലത്ത് ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെ. അങ്ങനെ പറഞ്ഞാൽ എല്ലാ പാപങ്ങൾ അവർക്ക് പൊരുത്തു കൊടുത്തിട്ടുണ്ടാകും, എല്ലാം അള്ളാഹു പൊരുത്തു കൊടുക്കും. ഇന്നത്തെ തറാവി നമസ്കരിക്കുന്നതിൻ്റെ പാവങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നാണ്. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, മഹാനായ ഉമർ റളിയല്ലാഹുവിന് 20 റക്അത്തായി പഠിപ്പിച്ച ഈ നമസ്കാരം നരകത്തുനിന്ന് മോചനം നൽകുന്ന, നമ്മുടെ ഹൃദയത്തിന് പ്രകാശം നൽകുന്ന, മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് കിട്ടുന്ന ഈ തറാവി നമസ്കാരം, ഇതിൻ്റെ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഫജ്ർ വരെയാണ്. ഏറ്റവും അഫ്ദലായ സമയം ഇശാ നമസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇത് നിസ്കരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് ഇശായിൻ്റെയും ഫജ്റിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ പറ്റിയില്ല, എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഖളാ വീട്ടാൻ പറ്റുമോ? തീർച്ചയായും. ഒരാൾക്ക് രാത്രി 2 റക്അത്ത് നിസ്കരിച്ചു, ക്ഷീണിച്ചു, അയാളെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഇയാൾക്കിത് അതിൻ്റെ പകുതി പകലും ഖളാ വീട്ടാവുന്നതാണ്. ഒരാൾക്ക് തറാവി നിസ്കാരം അത് പരിപൂർണമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അതിനെ ഖളാ വീട്ടി അതിനെ പൂർത്തീകരിക്കാവുന്നതാണ്. തറാവി നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇശാ നിസ്കരിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പള്ളിയിലേക്ക് ഒരുപാട് ചെറുപ്പക്കാരും പ്രായമുള്ളവരും മദ്രസ വിദ്യാർത്ഥികളൊക്കെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരും. പള്ളിയിൽ വന്നിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ, ദുആ കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി ചെറിയൊരു ഇടവേള ഉണ്ടാകും. ഇശാന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് വീണ്ടും തറാവി തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് എല്ലാവരും പുറത്തു പോയി സംസാരിക്കുന്ന ചില ഇടങ്ങൾ, ചില പള്ളികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. റവാത്തിബ് സുന്നത്ത് നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ശ്രേഷ്ഠത ഉള്ളതാണ്, വലിയ പുണ്യമുള്ളതാണ്. അതിനെ നഷ്ടപ്പെടുത്തി തറാവിലേക്ക്, അത് അള്ളാഹു തരുന്ന അവസരമാണ്. ഒരിക്കലും ആ നമസ്കാരം, അതായത് ഇശാ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുത്തരുത്. ആ സമയത്ത് നാം നമസ്കരിക്കണം. അത് കഴിഞ്ഞ് നാം തറാവിലേക്ക് പ്രവേശിക്കണം. ചില ഇടങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. തറാവി നിസ്കാരത്തിൻ്റെ ഇശാ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി. ഒരിക്കലും അത് പാടുള്ളതല്ല. അത് നാം ശ്രദ്ധിക്കണം. അതും പരിശുദ്ധ റമളാൻ ഒരു സുന്നത്തിന് ഫർദിൻ്റെ കൂലി കിട്ടുമ്പോൾ പ്രത്യേകിച്ച് നാം അതിന് പരിഗണന നൽകണം. രണ്ടാമത് കാര്യം ശ്രദ്ധിക്കേണ്ടത് റക്അത്തുകളുടെ എണ്ണം. തറാവി നമസ്കാരം 20 റക്അത്താണ്. തറാവി നമസ്കാരം 20 റക്അത്താണ്. 8 റക്അത്ത് തറാവി നമസ്കാരമല്ല. ഒരാൾ 8 റക്അത്തെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു 100 റക്അത്ത് തറാവി നിസ്കരിച്ചാൽ ഒരു പുണ്യം കിട്ടൂല. ഒരാൾ 20 റക്അത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ എന്നാൽ തറാവിൻ്റെ കൂലി കിട്ടും. തറാവി നിസ്കാരം എന്നുള്ളത് 20 റക്അത്താണ്. എല്ലാം നരകത്തിലാണ്, ഞാനും എൻ്റെ സ്വഹാബത്ത് മാത്രമാണ് സ്വർഗത്തിൽ അവരുടെ പിന്തുടരുന്നവർ എന്നും റസൂൽ പറഞ്ഞ ആ ഉമർ റളിയല്ലാഹുവിന് നേതൃത്വം നൽകിയ തറാവി നിസ്കാരം അത് 20 റക്അത്താണ്. അതിലൊരു 2 റക്അത്ത് നിസ്കരിച്ചു, എന്നാൽ പുണ്യം കിട്ടും. 8 റക്അത്താണെന്ന് വിശ്വസിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് തറാവി ആവൂല.
അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, ഗൗരവത്തോട് തന്നെ മനസ്സിലാക്കണം. എങ്ങനെയാണ് 20 റക്അത്ത് ഒഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, 2 റക്അത്തായിട്ട് ഈ 2 റക്അത്തുകളായിട്ട് തറാവി നിസ്കരിക്കേണ്ടതാണ്. തറാവി നിസ്കാരം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് സുന്നത്ത് 2 വിധമാണ്. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ളത്, ജമാഅത്ത് സുന്നത്തില്ലാത്തത്. ഉദാഹരണക്ക് റവാത്തിബ് നമസ്കാരം ദുഹറിൻ്റെ ശേഷം മുമ്പ്, അതിൽ ഇത്തരത്തിലുള്ള റവാത്തിബ് നമസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളാണ്. എന്നാലോ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്, പെരുന്നാൾ നിസ്കാരം, അതുപോലെ തറാവി നിസ്കാരം. തറാവി നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. ജമാഅത്തോട് കൂടി നിസ്കരിക്കുമ്പോൾ പുണ്യം കൂടുതലാണ്. ഒരാൾക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതിനൊരു സാഹചര്യമില്ല, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും ഇല്ല, അയാൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുള്ളൂ, എന്നാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്നത്, എന്നാലും പുണ്യം കിട്ടും. ജമാഅത്തോടു കൂടിയാണെങ്കിൽ അതിൻ്റെതായ പുണ്യവും കിട്ടും. പിന്നെ ഒരു വീട്ടിൽ ഒരുപാട് പുരുഷന്മാരുണ്ട്, നല്ല ഓതാൻ അറിയുന്ന, നല്ല കഴിവുള്ള, നല്ല മിടുക്കിയായ, ഹാഫിദത്തായ ഒരു സ്ത്രീയുണ്ട്. അവിടെയാണ് ഇമാം ജമാഅത്തായി നടക്കുന്നതെങ്കിൽ അവിടെ ഇമാമാരാണ് നിൽക്കേണ്ടത്? പുരുഷനാണ്. പുരുഷനിക്ക് അറിയുന്നത് ഒരു കുൽഹു അല്ലാഹു അത് മാത്രമാണ്, ഒരു ഫാത്തിഹ മാത്രമേ, മറ്റൊന്നും അറിയുന്നില്ല. എന്നാലും ഇമാമത്തിന് അർഹാൻ അവിടെ പുരുഷനാണ്, സ്ത്രീയല്ല. പുരുഷൻ ഇമാമ നിൽക്കണം. അപ്പോൾ അതുപോലെ നിസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? ഇത് സുന്നത്താണ്, ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം. ഒരാൾക്ക് 20 റക്അത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്ഷീണമാണ്, എന്നാൽ ഇരുന്ന് നിസ്കരിച്ചാൽ അതിൻ്റെ പകുതി 50% കൂലി കിട്ടും. കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരം സ്വഹിയാകും. നിസ്കാരം ഇരുന്നും നിസ്കരിക്കാവുന്നതാണ്. അതോടൊപ്പം ഒരാൾ ഫർദ് നിസ്കാരം ഖളാ ഉള്ള ആൾ, ഇത് വലിയൊരു ചോദ്യമാണ്. ഫർദ് നിസ്കാരം ഖളാ ഉള്ള ആൾ തറാവി നിസ്കരിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു വിഷയമുണ്ടോ? എന്തറിയോ? ഫർദ് നിസ്കാരം ഖളാ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തറാവിക്ക് വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് തറാവി ഇല്ലാത്ത ആൾക്കാർ, ഫർദ് നിസ്കാരം ഒരാൾ ഖളാ ഉണ്ടെങ്കിൽ അള്ളാഹു ചോദിക്കും എന്തുകൊണ്ട് ഫർദ് നിസ്കരിച്ചില്ല എന്ന്. ഒരാൾ തറാവി നിസ്കരിച്ചില്ല, അള്ളാഹു ചോദിക്കില്ല. ചെറിയൊരു ഈർക്കിൽ കൊണ്ടുപോരും അള്ളാഹു അടിക്കില്ല, ശിക്ഷിക്കില്ല. കാരണം അത് ചെയ്താൽ പുണ്യം കിട്ടും, പ്രതിഫലം കിട്ടും, അള്ളാഹു അതിന് വലിയ മഹത്വസ്ഥാനവും നൽകും. എന്നാൽ ഒരാൾ ഫർദ് നിസ്കാരം ഒഴിവാക്കിയാൽ അള്ളാഹു ശിക്ഷിക്കും, അത് ഹറാമാണ്. ഒരാൾ സുബ്ഹ് നിസ്കരിച്ചില്ലെങ്കിൽ ഹറാമാണ്. 2 റക്അത്തുള്ളൂ. നമ്മൾ 20 റക്അത്ത് തറാവി 20 നിസ്കരിച്ചില്ല, ഒന്നും അള്ളാഹുവിൻ്റെ ഭാഗത്ത് ചോദ്യം ഉണ്ടാവില്ല. ഫർദും നിസ്കരിക്കുന്നവർ ചോദിക്കും ഞങ്ങൾക്ക് ഫർദ് ഖളാ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തറാവിക്ക് വരാത്ത. ഫർദും ഇല്ല, അതുപോലെ തറാവി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. വളരെ ഗൗരവമുള്ളതാണ്. ഫർദ് നിസ്കാരം അത് ഖളാ വീട്ടുക തന്നെ വേണം. അത്യാവശ്യമായ ഉറക്കം, അത്യാവശ്യമായ ഭക്ഷണം, അത്യാവശ്യമായ ജോലികൾ, ബാക്കി മൊത്തം സമയം ഈ ഫർദ് നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി നാം സമയം കണ്ടെത്തണം. ഫർദ് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഉപേക്ഷിക്കൽ ഹറാമാണ്. ഒരിക്കലും ഫർദ് ഉണ്ട് എന്നതിൻ്റെ പേര് പറഞ്ഞ് ഫർദുമില്ല സുന്നത്തുമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് തറാവി നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തറാവി നിസ്കാരത്തിൻ്റെ നിയ്യത്താണ്. നിയ്യത്തില്ലെങ്കിൽ ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല. തറാവി നിസ്കാരത്തിൻ്റെ നിയ്യത്ത് സാധാരണ നിയ്യത്ത് പോലെ ഉസല്ലി സുന്നത്തു തറാവിയ റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല എന്ന് വെച്ചാൽ നിയ്യത്ത് സ്വഹിയാക്കും. ഇനി ഒരാൾ ഇമാമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ഇമാമൻ ഇൽ ഖിബ്ലത്തി ഇമാമൻ, ഒരാൾ മഅമൂമായി നിസ്കരിക്കുകയാണെങ്കിൽ ഖിബ്ലത്തി മഅൽ ഇമാമി, അങ്ങനെ നിയ്യത്ത് വെച്ചാൽ മതി. തറാവി എന്ന സുന്നത്ത് 2 റക്അത്ത് അല്ലാഹു തആല കൊണ്ട് ഇമാമോട് കൂടി, അല്ലെങ്കിൽ ഞാൻ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ തറാവി നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നു. പക്ഷെ നിയ്യത്ത് അത് ഖൽബിലായിരിക്കണം. വായി കൊണ്ട് പറഞ്ഞാൽ അത് നിയ്യത്താവുകയില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തറാവി സുന്നത്ത് നിസ്കാരം ഒരാൾ 2 റക്അത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു, കൈകെട്ടി എന്ന് നിസ്കരിച്ചു. നിസ്കാരത്തിൻ്റെ രൂപം അങ്ങനെ നിയ്യത്ത് വെച്ച് കൈകെട്ടാം. കൈകെട്ടിയ ഉടനെ ഓതേണ്ടത് എന്താണ്? വജ്ജഹത്താണല്ലോ. അപ്പോൾ വജ്ജഹത്ത് ഓതുമ്പോൾ ചില പള്ളിയുടെ ഇമാമുകൾ പെട്ടെന്ന് സ്പീഡിൽ നിസ്കരിക്കുന്നവരായിരിക്കും. ഒരിക്കലും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തു പോകരുത്. എന്നാൽ അവിടെ ജനങ്ങൾ കുറയുമെന്ന് കാരണം കൊണ്ട് സ്പീഡിൽ നിസ്കരിക്കുകയാണെങ്കിൽ വജ്ജഹത്ത് ഓതാൻ സമയം കിട്ടിയില്ലെങ്കിൽ വജ്ജഹത്ത് ഓതണം, ഉപേക്ഷിക്കാൻ പാടില്ല. വജ്ജഹത്ത് ഉപേക്ഷിച്ചാൽ അവിടെ കറാഹത്ത് സംഭവിക്കും. കറാഹത്ത് സംഭവിച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടം കുറയും. നമ്മൾ ഒരുപാട് കറാഹത്തുകൾ സംഭവിക്കുമല്ലോ. അപ്പോൾ ചെറിയ ഇഫ്തിതാ ദുആകളൊക്കെ ഉണ്ട്, അത് കൊണ്ടുവരാം. ഉദാഹരണക്ക് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അത്രയേ ഉള്ളൂ. അല്ലാഹു അക്ബർ കൈകെട്ടി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്.
സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അല്ലാഹു അക്ബർ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ചുമൽ നേരെ അല്ലാഹു അക്ബർ നിർത്തണം, പിന്നെ കൈ കെട്ടണം. അപ്പോൾ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് വജ്ജഹത്തു അതാണ്. വജ്ജഹത്ത് പൂർത്തി ഓതിക്കൊണ്ട് നിസ്കരിക്കുക നല്ലതാണ്. അങ്ങനെ സാധ്യമില്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് എന്ന് പറഞ്ഞ് ഔദ് പറയണം. ഔദ് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഔദ് പറയണം, എന്നിട്ട് ബിസ്മി പറയണം. എന്നിട്ട് ബിസ്മി പറയുന്നതിന് ശേഷം പിന്നെ ഫാത്തിഹ ഓതണം. ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം സൂറത്ത് ഓതും. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില നാട്ടിലുള്ള ചില ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് പള്ളിയുടെ ഇമാമിനോട് പറയും, വലിയ വലിയ സൂറത്ത് ഓതണം ഉസ്താദേ, സൂറത്തുർ റഹ്മാൻ, പല വലിയ ഇതിലൊരു പുണ്യമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ അങ്ങനെ പറയരുത് ആ ഇമാമിനോട്. കാരണം പുണ്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഒരു വലിയ സൂറത്തിൻ്റെ പകുതി ഓതുന്നതിനേക്കാൾ പരിപൂർണമായ കൂലി കിട്ടണമെങ്കിൽ ഒരു സൂറത്ത് പരിപൂർണമായി ഓതുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പള്ളിയിൽ ഇമാം ഓതുന്നുണ്ടെങ്കിൽ ഇമാമിനോട് പറയാം, നിങ്ങൾ വലിയ സൂറത്ത് ഓതില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഈ പരിപൂർണമായ തറാവിൻ്റെ കൂലി കിട്ടണം, അതിനുവേണ്ടിയാണ് നാം കഷ്ടപ്പെട്ട് പള്ളിയിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ പരിപൂർണ്ണ കൂലി കിട്ടണമെങ്കിൽ ഇന്നാ ഔദ്ദീന കൽ കൗസർ എന്നുള്ള ചെറിയ സൂറത്ത് അത് ഓതിയാൽ മതി. ഇതില്ലേ കുൽഹു അല്ലാഹു, അത് എല്ലാ റക്കാത്തിലും കുൽഹു അല്ലാഹു ആവർത്തിക്കട്ടെ, പ്രശ്നമല്ല. ഏതാണോ അറിയുന്ന ചെറിയ സൂറത്തുണ്ടോ അതിങ്ങനെ ആവർത്തിക്കട്ടെ. വലിയ സൂറത്ത് ഇങ്ങനെ പകുതിയിൽ നിർത്തി ഓതുക. ചില പള്ളികൾ ഖത്മുൽ ഖുർആൻ ഓതുന്നുണ്ട്, എന്നാൽ പ്രശ്നമല്ല. എന്നാലും ചില ഖത്മുൽ ഖുർആൻ ഓതൂല, വലിയ സൂറത്തുകൾ ഓതുക. അതിലൊരു പുണ്യവുമില്ല. അത് പരിപൂർണമായ പ്രതിഫലത്തെ തൊട്ട് നമുക്ക് തടയപ്പെടും. അതുകൊണ്ട് പരിപൂർണമായി കൂലി കിട്ടുന്നതിന് ചെറിയ സൂറത്താണെങ്കിൽ പരിപൂർണമായി ഓതുക. അത് ഓതി പിന്നെ സാദാ റുക്കുവാണ്, സാദാ ഇഅ്തിദാൽ, അതുപോലെ സുജൂദ് കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത്തെ റക്അത്തുള്ള അത്തഹിയാത്തിൻ്റെ അർത്ഥം, അതിൽ ഇഫ്തിറാഷിൻ്റെ അർത്ഥം പാടില്ല. തവറുക്കിൻ്റെ അവസാനത്തെ റക്അത്തിൽ 4-ാം റക്അത്തിൽ നാം ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ, തവറുക്കിൻ്റെ ഇരുത്തം, ആ ഇരുത്തം തന്നെ ഇരിക്കണം. രണ്ട് റക്അത്തല്ല, പെട്ടെന്ന് എണീക്കാൻ എളുപ്പമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇരുത്തം ഇരിക്കുന്നവരുണ്ട്, അത് പാടില്ല. അത് അവസാനത്തെ ഇരുത്തം തന്നെ ഇരിക്കണം. തഹിയാത്ത് ഓതുന്ന സമയത്തൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റതി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. അതൊരിക്കലും ചെയ്തു പോകരുത്. കാരണം അവിടെ നമുക്ക് കറാഹത്ത് സംഭവിക്കുകയാണ്. കാരണം അവിടെ അവസാനത്തെ ദുആ നഷ്ടപ്പെടാം. അവസാന ദുആ എടുക്കുന്ന സമയമില്ലേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ അദാബിൻ നാർ, ആ ചെറിയ ദുആ എങ്കിൽ അവസാനം അധികനും ചേർത്ത് ആ കറാഹത്ത് നഷ്ടപ്പെടാതെ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് പരിപൂർണമാക്കണം. തറാവിയുടെ ആ സമയത്ത് പ്രത്യേകിച്ച് നാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് നിസ്കരിച്ചുടൻ അസ്തഗ്ഫിറുല്ലാഹ് നമുക്കൊരു പറയലും, അതുപോലെ തറാ നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ശഹ്ർ റമളാൻ ഉത്തഖാഅ വതുലഖാഅ വഖുലസാഅ വമനാഅ മിനൻ നാർ ഫജഅൽനാ മിൻ ഉത്തഖായിക വതുലഖായിക വഖുലസായിക വമനായിക മിനൻ നാർ. ആ ദുആ അറിയുന്നവർ ദുആ ചെയ്യണം, അറിയാത്തവർ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. അതിൻ്റെ ആശയം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തറാവിയുടെ പരിപൂർണമായ രീതി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഈ വർഷത്തെ തറാവി പരിപൂർണമായ രീതിയിൽ നമസ്കരിക്കാൻ അല്ലാഹു നമ്മെ ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ പുണ്യമുള്ള നമസ്കാരമാണ്, ഒരിക്കലും പാഴാക്കരുത്. മൻകാന ഈമാനും വഹ്തിസാബ, മൻകാന റമദാൻ മാസത്തിൽ ഈമാൻ എഹ്തിസാബോട് കൂടി ഒരാൾ തറാവി നമസ്കരിച്ചാൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സ്വഹിയായ ഹദീസുകളിലൊക്കെ ഉണ്ട്. അല്ലാഹു നമ്മുടെ സർവ്വ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.